ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രാപ്തേ സപ്തമഗർഭതാമഹിപദൗ ത്വത്പ്രേരണാന്മായയാ നീതേ മാധവ രോഹിണീം ത്വമപി ഭോ സച്ചിത് സുഖൈകാത്മകഃ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനഃ സുരൈഃ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. പദാനുപദം. അഹിപദൗ സർപ്പരാജൻ അനന്തൻ സപ്തമഗർഭതാം പ്രാപ്തേ. സപ്തി ദേവകിയുടെ ഏഴാമത്തെ ഗർഭം എന്ന സ്ഥിതിയെ പ്രാപിക്കുകയും മാധവ അല്ലയോ ലക്ഷ്മീപദേ ത്വത് പ്രേരണാത് അങ്ങയുടെ പ്രേരണയാൽ മായയാ മായാദേവിയാൽ രോഹിണീം രോഹിണിയിലേക്ക് നീതേ എത്തിക്കവേ ഭോഃ വിഭോ അല്ലയോ സർവ്യാപിൻ സച്ചിത് സുഖൈകാത്മകഃ സച്ചിദാനന്ദ സ്വരൂപനായ ത്വം അപി അങ്ങും ദേവക്യാഃ ദേവകിയുടെ ജഠരം ഉദരത്തിൽ വിവേശിത പ്രവേശിച്ചു. കൃഷ്ണ്യ അല്ലയോ കൃഷ്ണ സുരൈഹി ദേവന്മാരാൽ സംസ്തൂയമാനഃ നന്നായി സ്തുതിക്കപ്പെട്ട സഹ ത്വം ആ അങ്ങുന്ന് രോഗപടലീം രോഗങ്ങളെയെല്ലാം വിധൂയ അകറ്റി മേ എനിക്ക് പരാം ഭക്തിം പരമമായ ഭക്തിയെ ദേഹി തന്നാലും. വിവർത്തനം. സർപ്പരാജാവായ അനന്തൻ ദേവകിയുടെ ഏഴാമത്തെ ഗർഭമായി അവതരിച്ചു. അല്ലയോ വിഷ്ണു അങ്ങയുടെ പ്രേരണയാൽ മായാദേവി രോഹിണിയിലേക്ക് ആ ഗർഭത്തെ മാറ്റി നിക്ഷേപിച്ചു. സച്ചിദാനന്ദ സ്വരൂപനായ അങ്ങും ദേവകിയുടെ ഉദരത്തിൽ പ്രവേശിച്ചു. അല്ലയോ കൃഷ്ണ ദേവന്മാരാൽ വളരെ സ്തുതിക്കപ്പെട്ട അങ്ങ് എൻ്റെ സർവരോഗങ്ങളെയും അകറ്റി എനിക്കു പരമമായ ഭക്തിയെ പ്രദാനം ചെയ്താലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.